അപ്പൊ കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഗോൾഡൻ ബൂട്ട് ആയിരിക്കും ജയിക്കുക ഈ വേൾഡ് കപ്പില്? ഞാൻ പറയണെങ്കിൽ ഡെമ്പലെ. ഞാനാണെങ്കിൽ എംബാപ്പെ ആയിരിക്കുള്ളൂ ചാൻസ് കൂടുതൽ. ആ പിന്നെ ഗോൾഡൻ ഗ്ലവോ? ഫോം അനുസരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയർ ഉണ്ട്. എമി മാർട്ടിനസ് കഴിഞ്ഞ വർഷം നല്ല പ്രകടനം കാണിച്ചു പോലെ ഈ വർഷം നല്ല പ്രകടനം കാണിക്കും. ഞങ്ങൾ പ്രതീക്ഷിക്കണ്ടേ എമി മാർട്ടിനസ് പെനാൽറ്റി സേവ്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. വളരെ നല്ലതായിരിക്കും. പിന്നെ 2018 ക്രൊയേഷ്യ ഫൈനൽസ് വരെ എത്തി. പിന്നെ 2022 മൊറോക്കോ സെമി ഫൈനൽസ് വരെ എത്തി. ഇത് ആരും പ്രതീക്ഷിക്കാത്ത ടീമുകളായിരുന്നു. അപ്പൊ അതുപോലെ ഈ വേൾഡ് കപ്പിൽ ഏത് ടീമായിരിക്കും പോകാൻ നല്ല സാധ്യത തോന്നുന്നത് നിങ്ങൾക്ക്? അണ്ടർ ഡോഗ്സ് ആയിട്ട് പോകണമെന്നോ? അതെ, കൊളംബിയ തന്നെ ആയിരിക്കും അണ്ടർ ഡോഗ്സ് ആയിട്ട്. കൊളംബിയ കാരണം അവരുടെ കോപ്പ അമേരിക്ക ലാസ്റ്റ് കോപ്പ അമേരിക്ക കണ്ട നമുക്ക് മനസ്സിലാവും. ഹമസ് റോഡ്രിഗസിന്റെ നല്ലൊരു കളിയാണ്. അവരായിരിക്കും ചാൻസ് കൂടുതൽ. യെസ്. പിന്നെ ഈ ബാലൻഡോർ വേൾഡ് കപ്പ് അടിക്കുന്ന ടീമിനായിരിക്കോ സാധ്യത? ഇത് ഡിപ്പെൻഡ് ചെയ്യാം. കാരണം വേൾഡ് കപ്പ് 4 വർഷത്തിൽ ഇടയിൽ വന്നുകൊണ്ടും പിന്നെ ഈ ഇയർ മിക്കവാറും അത് ഒരു കൺസിഡറേഷൻ വരെയാണ്. ആയിരിക്കും അത്. അതെ, ബാലൻഡോർ ജയിക്കാൻ ഡെമ്പലെ ഒക്കെ ഉണ്ട്. ഹാരി കെയ്ൻ ഇവിടെ ഇനി പ്രൂവ് ചെയ്യാനുണ്ട്. വേൾഡ് കപ്പ് അടിച്ചാൽ നല്ലൊരു ഇംഗ്ലണ്ടിനെ